ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 35. രാമായണ കഥ സുഗ്രീവ സഖ്യം മുതൽ. സുഗ്രീവ സഖ്യവും ബാലീവധവും സംഗ്രഹിക്കുന്നു. ശ്ലോകം 1. നീതസുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ഛൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ലുലവിധയുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാം വർഷാവേളാമനൈഷീർ വിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. പദം പിരിക്കാം. നീതഃ സുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേഃ കായം ഉച്ചൈഃ ക്ഷിപ്ത്വാ അങ്കുഷ്ഠേന ഭൂയഃ ലുലവിധ യുഗപത് പത്രിണാ സപ്ത സാലാൻ ഹത്വാ സുഗ്രീവ ഘാത ഉദ്യതം അതുല ബലം ബാലിനം വ്യാജ വൃത്യ വർഷാവേളാം അനൈഷീഃ വിരഹ തരളിതഃ ത്വം മദംഗ ആശ്രമ അന്തേ. തദനു ഹനുമതാ സുഗ്രീവസഖ്യം നീതഃ ത്വം. ഹനുമാനുമായി കണ്ടുമുട്ടിയതിനു ശേഷം ആ ഹനുമാനാൽ സുഗ്രീവനുമായി സഖ്യം ചെയ്യിക്കപ്പെട്ട നിന്തിരുവടി ദുന്ദുഭേഃ കായം അങ്കുഷ്ഠേന ഉച്ചൈഃ ക്ഷിപ്ത്വാ. ദുന്ദുഭി എന്ന അസുരൻ്റെ ശരീരത്തെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ഉയരെ എടുത്തെറിഞ്ഞിട്ട് ഭൂയഃ പത്രിണ സപ്തസാലാൻ യുഗപത് ലൂലവിധ. പിന്നീട് ഒരു ശരം കൊണ്ട് 7 സാലവൃക്ഷങ്ങളെ ഒപ്പം മുറിച്ചു. സുഗ്രീവഘാതോദ്യതം അതുലഫലം ബാലിനം വ്യാജവൃത്യാ ഹത്വാ. സുഗ്രീവനെ കൊല്ലാൻ മുതിർന്ന അതുല്യശക്തിയുള്ള ബാലിയെ ഒളിയമ്പെയ്ത് കൊന്നിട്ട് വർഷാവേലാം ത്വം വിരഹതരളിതഃ. വർഷക്കാലം മുഴുവനും നിന്തിരുവടി സീതാവിരഹദുഃഖം അനുഭവിച്ചുകൊണ്ട് മദംഗാശ്രമാന്തേ അനൗഷീഃ. മദംഗ മഹർഷിയുടെ ആശ്രമത്തിനടുക്കൽ കഴിച്ചുകൂട്ടി. പിന്നെ ഹനുമാൻ നിന്തിരുവടിയെ സുഗ്രീവനുമായി സഖ്യം ചെയ്യിപ്പിച്ചു. തനിക്ക് ബാലിയെ വധിക്കുന്നതിന് സാമർഥ്യമുണ്ടെന്ന് സുഗ്രീവന് വിശ്വാസമുണ്ടാക്കി കൊടുക്കുവാനായി നിന്തിരുവടി ദുന്ദുഭിയുടെ അസ്ഥിശേഷമായ ശരീരത്തെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് എടുത്ത് വളരെ പൊക്കത്തിൽ എറിയുകയും ഒരേ ശരം കൊണ്ട് 7 സാലമരങ്ങളെ ഒരുമിച്ച് മുറിക്കുകയും ചെയ്തു. അനന്തരം സുഗ്രീവനെ വധിക്കുവാൻ ഒരുങ്ങിയ അതുല പരാക്രമശാലിയായ ബാലിയെ വ്യാജവൃത്തി കൈകൊണ്ട്, അതായത് നേരിട്ട് യുദ്ധം ചെയ്യാതെ ഒളിച്ചു നിന്ന് ശരം പ്രയോഗിച്ച് കൊന്നിട്ട് സീതാവിരഹവിഹുലനായിട്ട് മദംഗ മഹർഷിയുടെ ആശ്രമത്തിന് സമീപത്തിലുള്ള ഒരു ഗുഹയിൽ മഴക്കാലം കഴിച്ചുകൂട്ടി. സുഗ്രീവ സഖ്യത്തെ തുടർന്ന് രാമസുഗ്രീവന്മാർ തമ്മിൽ ഓരോ പ്രതിജ്ഞയും ചെയ്യുകയുണ്ടായി. അതായത് ബാലിയെ വധിച്ച് കിഷ്കിന്ധ രാജ്യം സുഗ്രീവന് കൊടുത്തുകൊള്ളാമെന്നാണ് രാമൻ്റെ പ്രതിജ്ഞ. സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുത്തുകൊള്ളാമെന്നാണ് സുഗ്രീവനും പ്രതിജ്ഞ ചെയ്തത്. ബാലിയെ വധിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് സുഗ്രീവന് വിശ്വാസം വരാൻ വേണ്ടിയാണ് ശ്രീരാമൻ ബാലിയാൽ പണ്ട് കൈകൊണ്ടെടുത്തെറിഞ്ഞ ദുന്ദുഭിയുടെ ശരീരം കാലിൻ്റെ പെരുവിരൽ കൊണ്ടെടുത്തെറിഞ്ഞതും സപ്തമരങ്ങളെ ഒരു ശരം കൊണ്ട് മുറിച്ചു വീഴ്ത്തിയതും. നീതസുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ഛൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ലുലവിധയുഗപത്പത്രിണാ സപ്തസാലാൻ
ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാം വർഷാവേളാമനൈഷീർ വിരഹതരളിതസ്ത്വം മതംഗാശ്രമാന്തേ. ശ്ലോകം 2. വാനരന്മാർ എല്ലാ ദിക്കിലും സീതാന്വേഷണം നടത്തുന്നു. സുഗ്രീവേണാനുജോക്ത്യാ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം താം ഹൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമധദയിതാ മാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിരപി തദാ ത്വത്പ്രിയാ സപ്രയാസൈ. പദം പിരിക്കാം. സുഗ്രീവേണ അനുജ ഉക്ത്യാ സഭയം അഭിയത വ്യൂഹിതാം വാഹിനീം താം ഹൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതം അധ ദയിതാ മാർഗണായ അവനമ്രാം സന്ദേശം ച അങ്കുലീയം പവനസുതകരേ പ്രാദിശഃ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിഃ അഭി തദാ ത്വത്പ്രിയാ സപ്രയാസൈഃ. അത അനുജോക്ത്യാ സഭയം അഭിയതാ സുഗ്രീവേണ. അനന്തരം അനുജനായ ലക്ഷ്മണന്റെ വാക്ക് കേട്ട് പേടിച്ചു വന്ന സുഗ്രീവൻ വ്യൂഹിതാം ഋഷാണാം താം വാഹിനീം ദ്രുതം ദിക്ഷു ദൈതാമാർഗണായ അവനമ്രാം വീക്ഷ്യ. സീതയെ അന്വേഷിക്കുവാൻ വന്ന് വന്ദിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ത്വം മോദശാലി സന്ദേശം അങ്കുലീയാം ച പവനസുതകരേ പ്രാദിശഃ. നീ തിരുവടി സന്തോഷിച്ച് സന്ദേശവും മോതിരവും ഹനുമാന്റെ കയ്യിൽ കൊടുത്തു. തഥാ കവിഭിഃ അഭി. അപ്പോൾ വാനരന്മാരാകട്ടെ സപ്രയാസൈഃ മാർഗേ മാർഗേ ത്വത്പ്രിയാ മമാർഗേ. പ്രയാസപ്പെട്ട് എല്ലാ വഴിക്കും നീ തിരുവടിയുടെ പത്നിയായ സീതയെ അന്വേഷിച്ചു. മഴക്കാലം കഴിഞ്ഞിട്ടും സുഗ്രീവൻ സീതാന്വേഷണത്തിന് ഒരുങ്ങി വന്നില്ലെന്ന് കണ്ടപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനെ കിഷ്കിന്ധയിലേക്ക് അയച്ചു. ലക്ഷ്മണന്റെ വാക്ക് കേട്ട് ഭയപ്പെട്ട സുഗ്രീവൻ വേഗത്തിൽ വാനരന്മാരെയെല്ലാം വരുത്തി സീതാന്വേഷണത്തിന് അയക്കാൻ തയ്യാറാക്കി നിർത്തി. ഉടനെ ശ്രീരാമൻ ഹനുമാനെ പ്രത്യേകം വിളിച്ച് സന്ദേശവാക്ക് പറഞ്ഞു. തൻ്റെ പേരുള്ള മോതിരവും കയ്യിൽ കൊടുത്തു. വാനരന്മാർ 4 ദിക്കിലും എല്ലാ പ്രദേശങ്ങളിലും ചെന്ന് വളരെ പ്രയാസപ്പെട്ട് സീതയെ അന്വേഷിക്കുകയും ചെയ്തു. സുഗ്രീവേണാനുജോക്ത്യാ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം താം ഹൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമധദയിതാ മാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിരപി തദാ ത്വത്പ്രിയാ സപ്രയാസൈ. ശ്ലോകം 3. ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ ചെന്ന് മോതിരം സീതയ്ക്ക് കൊടുക്കുന്നു. ചൂടാരത്നം വാങ്ങിക്കൊണ്ടുപോന്ന് ശ്രീരാമനും കൊടുക്കുന്നു. ത്വദ്വാർത്താ കർണനോദ്യത് ഗരുദുരുജവസമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരിജനഗജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചനരണഃ സോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഝടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. പദം പിരിക്കാം. ത്വത് വാർത്ത ആകർണന ഉദ്യത് ഗരുത്
ഉരു ജവ സമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണ അർണോധിഃ അന്തഃ നഗരി ജനകജാം വീക്ഷ്യ ദത്വാ അംഗുലീയം പ്രക്ഷുദ്ധ്യ ഉദ്യാനം അക്ഷക്ഷപണ ചണരണഃ സോഢബന്ധഃ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഝടിതി സഹ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ത്വദ്വാർത്താകർണനോദ്ഗുരുദുരുജവ സമ്പാദി വാക്യ പ്രോത്തീർണാർണോദിഃ. നിൻ തിരുവടിയുടെ കഥ കേട്ടപ്പോൾ മുളച്ചു വന്ന ചിറകുകൾ കൊണ്ട് വേഗത്തിൽ പറന്നുയർന്ന സമ്പാദിയുടെ വാക്ക് കേട്ട് സമുദ്രം ചാടിക്കടന്ന് സഹ ഹനുമാൻ അന്തർനഗരി ജനകജാം വീക്ഷ്യ. ആ ഹനുമാൻ ലങ്കാനഗരിയുടെ ഉള്ളിൽ സീതയെ കണ്ട് അങ്കുലീയം ദത്വാ മോതിരം കൊടുത്ത് ഉദ്യാനം പ്രക്ഷുദ്ധ്യ അശോകോദ്യാനം തകർത്ത് അക്ഷക്ഷപണ ചണരണഃ യുദ്ധത്തിൽ അക്ഷകുമാരനെ കൊന്ന് സോഢബന്ധഃ ദശാസ്യം ദൃഷ്ട്വാ ബ്രഹ്മാസ്ത്രബന്ധം അനുഭവിച്ച് രാവണനെ കണ്ട് ലങ്കാം ച പ്ലുഷ്ട്വാ ഝടിതി തേ മൗലിരത്നം ദദൗ. ലങ്കയെയും ദഹിപ്പിച്ച് വളരെ വേഗത്തിൽ തേ മൗലിരത്നം ദദൗ നിൻ തിരുവടിക്ക് സീതയുടെ ചൂടാരത്നം കൊണ്ടുവന്നു തന്നു. സമ്പാദി എന്ന പക്ഷി അനുജനായ ജടായുവുമായി ഒരു വേഗ പരീക്ഷ നടത്തിയതിൽ സൂര്യരശ്മികൾ തട്ടി ചിറക് കരിഞ്ഞ് പറക്കാൻ വയ്യാതെ കഴിഞ്ഞുകൂടുന്ന സമയത്ത് സീത അന്വേഷണത്തിന് ചെന്ന അംഗദാദി വാനരന്മാരിൽ നിന്നും ശ്രീരാമൻ്റെ കഥ കേട്ടപ്പോൾ ചിറക് മുളച്ചു വരികയാൽ പറന്നുയർന്ന് ലങ്കയിൽ സീത ഇരിക്കുന്നത് നോക്കിക്കണ്ട് ആ വിവരം വാനരന്മാരെ അറിയിച്ചു. ഉടനെ ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ ചെന്ന് സീതയെ കണ്ട് രാമൻ കൊടുത്തയച്ചിരുന്ന മോതിരം സീതയ്ക്ക് കൊടുത്തു. താൻ ലങ്കയിൽ വന്ന വിവരം രാക്ഷസന്മാരെ അറിയിക്കണമെന്ന് വിചാരിച്ച് അശോകോദ്യാനത്തെ തല്ലി തകർത്തു. അപ്പോൾ യുദ്ധത്തിന് വന്ന അക്ഷകുമാരൻ എന്ന രാവണൻ്റെ പുത്രനെ കൊന്നു. ഉടനെ രാവണൻ്റെ മൂത്ത പുത്രനായ ഇന്ദ്രജിത്ത് വന്ന് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാനെ ബന്ധിച്ച് രാവണൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. രാവണൻ്റെ നിയോഗപ്രകാരം രാക്ഷസന്മാർ ഹനുമാന്റെ വാലിന്മേൽ തീ കൊളുത്തി വിട്ടു. ഹനുമാൻ ലങ്ക മുഴുവൻ ചുട്ടുകരിച്ച് സീതയെ കണ്ട് ചൂടാരത്നം വാങ്ങി മടങ്ങി ശ്രീരാമന് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. ത്വദ്വാർത്താകർണനോദ്യത് ഗരുദുരുജവ സമ്പാദി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരിജനഗജാം വീക്ഷ്യ ദത്വാംഗുലീയം പ്രക്ഷുദ്ധ്യോദ്യാനമക്ഷക്ഷപണചണരണഃ സോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഝടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ശ്ലോകം 4. ശ്രീരാമൻ വാനര സൈന്യങ്ങളോട് കൂടി പുറപ്പെട്ടു ചെന്ന് സമുദ്രത്തിൽ ചിറകെട്ടാൻ ഒരുങ്ങുന്നു. ത്വം സുഗ്രീവാംഗദാദി പ്രബല കപിചമൂചക്രവിക്രാന്തഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണ തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷപ്രാസ്താഗ്നേയാസ്ത്രതേജ സ്ത്രസദുദധിഗിരാലബ്ധവാൻ മധ്യമാർഗം. പദം പിരിക്കാം. ത്വം സുഗ്രീവ അംഗദ ആദി പ്രബല കപി ചമു ചക്ര വിക്രാന്ത ഭൂമി ചക്രഃ അഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്ര അനുജ
ആശ്രീയമാണഃ തത് പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥന അപാർത്ഥ്യ രോഷ പ്രാസ്ത ആഗ്നേയ അസ്ത്ര തേജഃ ത്രസത് ഉദധി ഗിരാ ലബ്ധവാൻ മധ്യമാർഗം. ത്വം സുഗ്രീവാങ്കാദിപ്രബലകപിചമൂചക്രവിക്രാന്തഭൂമിചക്രഃ അഭിക്രമ്യ. നിൻ തിരുവടി സുഗ്രീവൻ, അംഗദൻ മുതലായ പ്രബല വാനരന്മാരുടെ സൈന്യസമൂഹങ്ങളെക്കൊണ്ട് ഭൂമണ്ഡലം ആക്രമിച്ചുകൊണ്ട് നേരെ പുറപ്പെട്ടു ചെന്ന് പാരേചലതി നിശിചരേന്ദ്രാനുജാശ്രിയമാണഃ സമുദ്രതീരത്തിൽ വച്ച് രാവണൻ്റെ അനുജനാൽ, അതായത് വിഭീഷണനാൽ ആശ്രിതനായി രാമനെ വന്ന് ശരണം പ്രാപിച്ചു. രഹസി തത് പ്രോക്താം ശത്രുവാർത്താം നിശമയൻ. രഹസ്യമായി ആ വിഭീഷണൻ പറഞ്ഞ ശത്രുവായ രാവണൻ്റെ വർത്തമാനം കേട്ടതിനു ശേഷം പ്രാർത്ഥനാഭാർത്യ രോഷപ്രാസ്ഥാഗ്നേയാസ്ത്ര തേജത്രസദുദ്ഗിരാ മധ്യമാർഗം ലബ്ധവാൻ. തൻ്റെ അഭ്യർത്ഥന ഫലിച്ചില്ലെന്ന് കണ്ടപ്പോൾ കോപിച്ചു തൊടുത്തുവിടാൻ തുടങ്ങിയ ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കണ്ട് പേടിച്ച സമുദ്രത്തിൻ്റെ വാക്കുപ്രകാരം സമുദ്രമധ്യത്തിൽ മാർഗം ലഭിച്ചു. നിന്തിരുവടി സുഗ്രീവൻ, അംഗദൻ മുതലായ പ്രബലന്മാരായ വാനരന്മാരുടെ അനവധി സൈന്യങ്ങളെക്കൊണ്ട് ഭൂമണ്ഡലം മറച്ചുകൊണ്ട് യാത്ര ചെയ്ത് സമുദ്രതീരത്തിലെത്തി. അവിടെ വെച്ച് രാവണൻ്റെ അനുജനായ വിഭീഷണൻ വന്ന് നിന്തിരുവടിയെ ശരണം പ്രാപിച്ചു. നിന്തിരുവടി അവന് അഭയം കൊടുക്കുകയും അവനിൽ നിന്നും ഗൂഢമായിട്ട്, അതായത് രഹസ്യമായിട്ട് രാവണൻ്റെ വൃത്താന്തങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അനന്തരം നിന്തിരുവടിയുടെ മാർഗദാനത്തിനുള്ള പ്രാർത്ഥനയെ നിരസിച്ചതിനാൽ നിന്തിരുവടി കോപിച്ച് പ്രയോഗിച്ച ആഗ്നേയാസ്ത്രം കൊണ്ട് ഭയപ്പെട്ട് സമുദ്രത്തിൻ്റെ വാക്കനുസരിച്ച് നിന്തിരുവടിക്ക് സമുദ്രമധ്യത്തിൽ കൂടി ഒരു വഴി ലഭിച്ചു. ത്വം സുഗ്രീവാംഗദാദിപ്രബലകപിചമൂചക്രവിക്രാന്തഭൂമിചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രിയമാണ തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷപ്രാസ്താഗ്നേയാസ്ത്രതേജ സ്ത്രസദുദധിഗിരാ ലബ്ധവാൻ മധ്യമാർഗം. ശ്ലോകം 5. സേതു ബന്ധിച്ച് ലങ്കയിൽ ചെന്ന് ഭയങ്കരമായി യുദ്ധം തുടങ്ങുന്നു. കീശൈരാശാന്തരോപാഹൃതഗിരിനിഗരൈ സേതുമാധാപ്യയാദോ യാതുന്യാമർദ്യദംഷ്ട്രാ നഖശിഖരിശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാദ്നാഗാസ്ത്രബദ്ധ പദഗപതികരുന്മാരുതൈർമോചിതോ ഭൂ. പദം പിരിക്കാം. കീശൈഹി ആശാന്തര ഉപാഹൃത ഗിരി നിഗരൈഹി സേതും ആധാപ്യ യാദഃ യാദൂനി ആമർദ്യ ദംഷ്ട്രാ നഖ ശിഖരി ശിലാ സാല ശസ്ത്രൈഃ സ്വസൈന്യൈഃ വ്യാകുർവൻ സാനുജഃ ത്വം സമരഭുവി പരം വിക്രമം ശക്ര ജേത്ര വേഗാത് നാഗ അസ്ത്ര ബദ്ധഃ പദക പതി ഗരുദ് മാരുതൈഃ മോചിതഃ അഭൂഃ. ആശാന്തരോപാഹൃതഗിരിനിഖരൈഃ കീശൈഃ സേതും ആധാപ്യ യാദഃ.
പല ദിക്കുകളിൽ നിന്നും പർവ്വതങ്ങൾ കൊണ്ടുവന്ന വാനരന്മാരെ കൊണ്ട് ചിറകെട്ടിച്ച് ലങ്കയിൽ ചെന്നിട്ട് ദംഷ്ട്രാ നഖശിഖരി ശിലാസാലശസ്ത്രൈഃ സ്വസൈന്യൈഃ യാദൂനി ആമർദ്ധ്യ. പല്ല്, നഖം, പർവ്വതം, പാറ, മരം എന്നീ ആയുധങ്ങളോട് കൂടിയ തൻ്റെ വാനരസൈന്യങ്ങളെ കൊണ്ട് രാക്ഷസന്മാരെ മർദ്ദിച്ചിട്ട് സമരഭുവി പരം വിക്രമം വ്യാകുറുവൻ. യുദ്ധക്കളത്തിൽ വലിയ പരാക്രമം പ്രകടിപ്പിക്കുന്നതിനിടയിൽ ത്വം സാനുജഃ ശക്രജേത്ര നാഗാസ്ത്രബന്ധക. നിന്തിരുവടിയെയും അനുജൻ ലക്ഷ്മണനെയും ഇന്ദ്രജിത്ത് നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കുകയും വേഗാത് പതകപതി ഗരുത് മാരുതൈഃ മോചിതഃ അഭൂത്. വേഗത്തിൽ ഗരുഡൻ വന്ന് ചിറകടിക്കാറ്റുകൾ കൊണ്ട് മോചിപ്പിക്കുകയും ചെയ്തു. ഈ തിരുവടി പല ദൂരദിക്കുകളിൽ നിന്നും വാനരന്മാരെ കൊണ്ടുവന്ന് അനവധി പർവ്വതങ്ങൾ വരുത്തി അവ കൊണ്ട് സമുദ്രത്തിൽ ചിറകെട്ടിച്ച് അതിൽ കൂടി അക്കരെ കടന്നു. പിന്നെ ദ്രംഷ്ടം, നഖങ്ങൾ, പർവ്വതങ്ങൾ, കല്ലുകൾ, മരങ്ങൾ മുതലായ ആയുധങ്ങളോട് കൂടിയ തൻ്റെ സൈന്യങ്ങളെ കൊണ്ട് രാക്ഷസന്മാരെ മർദ്ദിച്ചുകൊണ്ട് യുദ്ധത്തിൽ അനുജനോടുകൂടി വലിയ പരാക്രമം കാണിച്ച നിന്തിരുവടിയെ ഇന്ദ്രജിത്ത് നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചുവെങ്കിലും അപ്പോൾ അവിടെ വന്നു ചേർന്ന നിന്തിരുവടിയുടെ വാഹനമായ ഗരുഡൻ്റെ ചിറകുകളുടെ കാറ്റേറ്റപ്പോൾ നിന്തിരുവടി ബന്ധമുക്തനായി തീർന്നു. കീശൈരാശാന്തരോപാഹൃതഗിരിനികരൈ സേതുമാധാപ്യയാദോ യാതുന്യാമർദ്യദംഷ്ട്രാ നഖശിഖരിശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാദ്നാഗാസ്ത്രബദ്ധ പതകപതി ഗരുന്മാരുതൈർമോചിതോ ഭൂ. ശ്ലോകം 6. ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെയും ശ്രീരാമൻ കുംഭകർണനെയും വധിക്കുന്നു. സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതികളദസൂർവാദജാനീതശൈലഘ്രാണാത് പ്രാണാനുപേതോ വ്യകൃണുത കുസൃതിശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദ സ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖിലചമൂ ഭക്ഷിണം യക്ഷിണോസ്ത്വം. പദം പിരിക്കാം. സൗമിത്രിഃ തു അത്ര ശക്തി പ്രഹൃതി ഗളത് അസുഹു വാദജ ആനീത ശൈല ഘ്രാണാത് പ്രാണാൻ ഉപേതഃ വ്യകൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണ വചന ഹൃദ സ്തംഭനഃ കുംഭകർണം സംപ്രാപ്തം കമ്പിത ഉർവീതലം അഖില ചമൂ ഭക്ഷിണം വ്യക്ഷിണോ ത്വം. അത്ര ശക്തിപ്രഹൃതികളദസുഹു. ഈ യുദ്ധത്തിൽ വേൽക്കൊണ്ടുള്ള പ്രഹാരമേറ്റു ജീവൻ പോവുകയും വാദജാനീത ശൈലഘ്രാണാത് പ്രാണാൻ ഉഭേദഃ. ഹനുമാൻ കൊണ്ടുവന്ന ഔഷധി പർവ്വതത്തിൻ്റെ ഗന്ധമേറ്റ് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്ത സൗമിത്രിഃ തു കുസൃതി ശ്ലാഘിനം മേഘനാദം വ്യഘൃണത. ലക്ഷ്മണനാകട്ടെ കപടയുദ്ധങ്ങളിൽ പ്രസിദ്ധനായ ഇന്ദ്രജിത്തിനെ കൊന്നു. മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദസ്തംഭനഃ ത്വം. രാക്ഷസമായകൾ നിമിത്തം മനക്ലേശമുണ്ടായപ്പോൾ വിഭീഷണൻ്റെ വാക്കുകൊണ്ട് ആശ്വാസം ലഭിച്ച നിന്തിരുവടി
കമ്പിതോർവീതലം സംപ്രാപ്തം അഖില ചമൂപക്ഷിണം. ഭൂമി കുലുക്കി വന്ന് സൈന്യങ്ങളെയെല്ലാം വാരിത്തിന്നുന്ന കുംഭകർണം വെക്ഷിണോഹോ, കുംഭകർണനെയും കൊന്നു. ഈ യുദ്ധത്തിൽ ശക്തി, അതായത് വേൽ കൊണ്ടുള്ള പ്രഹരമേറ്റ ലക്ഷ്മണൻ പ്രാണാപായ ഭയത്താൽ അകപ്പെട്ടുവെങ്കിലും ഹനുമാൻ കൊണ്ടുവന്ന ഔഷധി ശൈലത്തിൻ്റെ ഗന്ധമേറ്റതിനാൽ വീണ്ടും ജീവിച്ച് മായായുദ്ധ വിശാരദനായ ഇന്ദ്രജിത്തിനെ വധിച്ചു. രാക്ഷസന്മാർ കാണിച്ച അനവധി മായാപ്രയോഗങ്ങളിൽ വിഭീഷണൻ്റെ വാക്കുകൾ കൊണ്ട് നിന്തിരുവടിയുടെ പരിഭ്രമം ശമിച്ചു. അനന്തരം ഭൂമി വിറപ്പിച്ചുകൊണ്ടുള്ള യുദ്ധക്കളത്തിൽ വന്ന വാനര സൈന്യങ്ങളെല്ലാം ഭക്ഷിക്കുന്ന കുംഭകർണനെ നിന്തിരുവടി തന്നെ കൊന്നു. ഇന്ദ്രജിത്ത് മായാസീതയെ വധിച്ചതറിഞ്ഞ് ശ്രീരാമൻ മോഹാലസ്യപ്പെട്ടപ്പോഴാണ് ഇന്ദ്രജിത്തിൻ്റെ മായാപ്രയോഗമാണെന്ന് പറഞ്ഞ് ശ്രീരാമനെ വിഭീഷണൻ ആശ്വസിപ്പിച്ചു. സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതികളദസൂർവാദജാനീത ശൈലഘ്രാണാത് പ്രാണാനുപേതോ വ്യകൃണുത കുസൃതിശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദ സ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖില ചമൂഭക്ഷിണം യക്ഷിണോസ്ത്വം. ശ്ലോകം 7. ശ്രീരാമൻ രാവണനെ വധിച്ച് സീതയോടുകൂടി അയോധ്യയിലേക്ക് മടങ്ങുന്നു. ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിതരഥകവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിമബലാമഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോജ്ജീവിതസമരമൃതൈർ അക്ഷതൈർക്ഷശൃംഖൈർ ലങ്കാഭർത്രാ ച സാഗം നിജനഗരമഗാ സപ്രിയ പുഷ്പകേണ. ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിത രഥ കവചൗ രാവണേന അഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണ അസ്യ ഭിന്ദൻ ഗളതതിം അബലാം അഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവ ശ്രേണീ വര ഉജ്ജീവിത സമര മൃദൈഃ അക്ഷതൈഃ ഹൃക്ഷ സംഘൈഃ ലങ്കാ ഭർത്രാ ച സാഗം നിജ നഗരം അഗാഹ സപ്രിയഃ പുഷ്പകേണ. ത്വം ചെമ്പാരി സംപ്രേഷിത രഥകവചൗ ഗൃഹ്ണൻ. ഇന്ദിരുവടി ദേവേന്ദ്രൻ കൊടുത്തയച്ച തേരും മാർച്ചട്ടിയും സ്വീകരിച്ച് രാവണേന അഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണ അസ്യ ഗളദതിം ഭിന്ദൻ. രാവണനുമായി യുദ്ധം ചെയ്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഈ രാവണൻ്റെ കഴുത്തുകളെ ഛേദിച്ചിട്ട് അഗ്നിശുദ്ധാം അബലാം പ്രഗൃഹണൻ. അഗ്നിപ്രവേശം കൊണ്ട് ശുദ്ധയായ സീതാദേവിയെ സ്വീകരിച്ച് ദേവശ്രേണീർ വരോർജീവിത സമരമൃതൈഹി അക്ഷതൈഹി. ആദ്യം യുദ്ധത്തിൽ മരിച്ചവരും പിന്നെ ദേവന്മാരുടെ അനുഗ്രഹത്താൽ ജീവിച്ചവരുമായ മുറിപ്പാട് പോലും ഇല്ലാത്ത ഋഷസംഘൈഹി ലങ്കാഭർത്താച്ച സാഗം. വാനരസംഘങ്ങളോടും വിഭീഷണനോടും കൂടി സപ്രിയ പുഷ്പകേണ നിജനഗരം അഗാഹ. പത്നിയായ സീതയും ഒന്നിച്ച് പുഷ്പക വിമാനത്തിൽ തൻ്റെ അയോധ്യാപുരിയിലേക്ക് പോന്നു. ഇന്ദ്രൻ അയച്ചു തന്ന തേരും കവചവും സ്വീകരിച്ച ഭഗവാൻ രാവണനോടും യുദ്ധം ചെയ്തു. ഒടുവിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഇവൻ്റെ കണ്ഠനിര മുറിച്ചു കളഞ്ഞു.
അനന്തരം നിന്തിരുവടി അഗ്നിപ്രവേശത്താൽ ശുദ്ധമായ സീതയെ കൈക്കൊണ്ടു. ദേവന്മാരുടെ വരങ്ങളാൽ യുദ്ധത്തിൽ മരിച്ചവരെയെല്ലാം ജീവിപ്പിച്ച് യാതൊരു കുറവും കൂടാതായി തീർന്ന വാനര സംഘങ്ങളോടും ലങ്കാനാഥനായ വിഭീഷണനോടും കൂടി ഭാര്യയുമൊത്ത് പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് പോയി. രാവണൻ തേരിലും ശ്രീരാമൻ ഭൂമിയിലും നിന്ന് യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ സാരഥിയായ മാതലിയെ വിളിച്ച് തേരും മാർച്ചട്ടയും ശ്രീരാമന് കൊടുത്തയച്ചു. യുദ്ധത്തിൽ ശ്രീരാമന് രാവണനെ വധിക്കാൻ അഗസ്ത്യ മഹർഷി പണ്ടു കൊടുത്ത ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വന്നു. ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിതരഥ കവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിമബലാമഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോജ്ജീവിത സമരമൃതൈർ അക്ഷതൈർക്ഷശൃംഖൈർ ലങ്കാഭർത്രാ ച സാഗം നിജനഗരമഗാ സപ്രിയ പുഷ്പകേണ. ശ്ലോകം 8. ശ്രീരാമൻ്റെ പട്ടാഭിഷേകം, സീതാപരിത്യാഗം, പുത്രോത്പത്തി എന്നിവയെ വിവരിക്കുന്നു. പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികാൻ വത്സരാൻ പര്യരംസീർമൈഥില്യാം പാപവാച ശിവ ശിവ കില താം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവദ്വാൽമീകി ഗേഹേ കൃതവസതിരുപാസൂദസീതാസുദൗ തേ. പദം പിരിക്കാം. പ്രീതഃ ദിവ്യ അഭിഷേകൈഃ അയുധ സമധികാൻ വത്സരാൻ പര്യരംസീഃ മൈഥില്യാം പാപവാച ശിവ ശിവ കില താം ഗർഭിണീം അഭ്യഹാസീഃ ശത്രുഘ്നേന അർദ്ധയിത്വാ ലവണ നിശിചരം പ്രാർത്ഥയഃ ശൂദ്രപാശം താവത് വാൽമീകി ഗേഹേ കൃത വസതിഃ ഉപാസൂത സീതാ സുതൗ തേ. ത്വം ദിവ്യാഭിഷേകൈഃ പ്രീതഃ അയുധസമാധികാൻ വത്സരാൻ പര്യരംസി. നിൻ തിരുവടി പട്ടാഭിഷേകം കഴിഞ്ഞ് സന്തുഷ്ടനായി 10,000-ലധികം സംവത്സരകാലം സുഖിച്ചു വാണു. മൈഥില്യാം പാപവാച ഗർഭിണീം താം അഭ്യഹാസി കില ശിവ ശിവ. സീതാദേവിയെക്കുറിച്ചുണ്ടായ ലോകാപവാദം നിമിത്തം ഗർഭിണിയായ ആ ദേവിയെ പരിത്യജിച്ചുവല്ലോ. കഷ്ടം കഷ്ടം. ശത്രുഘ്നേന ലവണനിശിചരം അർദ്ധയിത്വാ ശൂദ്രപാശം പ്രാർത്ഥയഃ. ശത്രുഘ്നനെ കൊണ്ട് ലവണാസുരനെ വധിപ്പിച്ചു. അതിനുശേഷം അധാർമികനായ ശംഭുകൻ എന്ന ശൂദ്രനെ വധിച്ചു. താവത് വാൽമീകീഗേഹേ കൃതവസതിഃ സീതാ തേ സുതൗ ഉപാസുത. അക്കാലത്ത് വാൽമീകിയുടെ ആശ്രമത്തിൽ പാർത്തിരുന്ന സീത നിന്തിരുവടിയുടെ 2 ഉണ്ണികളെ പ്രസവിച്ചു. നിന്തിരുവടി അയോധ്യയിലേക്ക് എത്തിയതിനു ശേഷം ദിവ്യമായ വിഭവങ്ങളോട് കൂടി പട്ടാഭിഷേകം കഴിഞ്ഞ് 10,000-ലധികം വർഷക്കാലം സീതയും ഒരുമിച്ച് സുഖിച്ചു. അതിനിടയ്ക്കാണ് ഒരു കൊല്ലം രാവണഗ്രഹത്തിൽ പാർത്ത സീതാദേവിയെ ശ്രീരാമൻ സ്വീകരിച്ചതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ആക്ഷേപമുണ്ടെന്ന് മനസ്സിലായത്. ആ അപവാദം തീർക്കുവാൻ വേണ്ടി ശ്രീരാമൻ ലക്ഷ്മണൻ വഴിക്ക് സീതാദേവിയെ വാൽമീകിയുടെ ആശ്രമത്തിനടുക്കൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു.
വിവരമറിഞ്ഞ വാൽമീകി സീതയെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രക്ഷിച്ചു. കഷ്ടം കഷ്ടം. പിന്നെ ഭഗവാൻ ലവണൻ എന്ന രാക്ഷസനെ ശത്രുഘ്നനെ കൊണ്ട് വധിപ്പിച്ചു. കാളിന്തി തീരവാസികളായ മഹർഷിമാരുടെ സങ്കടം തീർത്തു. ശംഭുകൻ എന്ന ഒരു ശൂദ്രൻ സ്വധർമ്മം വിട്ട് തപസ് ചെയ്യാൻ തുടങ്ങിയതായി അറിഞ്ഞപ്പോൾ ആ ശൂദ്രനെ ശ്രീരാമൻ തന്നെ കൊന്നു. കാലത്താണ് വാൽമീകിയുടെ ആശ്രമത്തിൽ പാർത്തു വരുന്ന സീത കുശൻ, ലവൻ എന്ന 2 ഉണ്ണികളെ പ്രസവിച്ചത്. പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികാൻ വത്സരാൻ പര്യരംസീർമൈഥില്യാം പാപവാച ശിവ ശിവ കില താം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവദ്വാൽമീകി ഗേഹേ കൃതവസതിരുപാസൂതസീതാസുതൗ തേ. ശ്ലോകം 9. സീതയുടെ ഭൂമിപ്രവേശവും ശ്രീരാമന്റെ വൈകുണ്ഠപ്രാപ്തിയും വർണ്ണിക്കുന്നു. വാൽമീകേസ്ത്വത്സുതോദ്ഗാപിതമധുരകൃതേരാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തു കാമേ ക്ഷിതിമവിശദസൗ ത്വം ചകാലാർത്ഥിതോ ഭൂഃ ഹേതോ സൗമിത്രിഘാതി സ്വയമധ സരയൂമഗ്നനിശേഷഭൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം. പദം പിരിക്കാം. വാൽമീകേഹേ ത്വത് സുത ഉദ്ഗാപിത മധുര കൃതേഹേ ആജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയി ആപ്തുകാമേ ക്ഷിതിം അവിശദ് അസൗ ത്വം ച കാല അർത്ഥിതഃ അഭൂഃ ഹേതോഃ സൗമിത്രി ഘാതി സ്വയം അധ സരയൂ മഗ്ന നിശേഷ ഭൃത്യൈഃ സാഗം നാഗം പ്രയാതഃ നിജ പദം അഗമഃ ദേവ വൈകുണ്ഠം ആദ്യം. യജ്ഞവാടേ സുതോദ്ഗാപിത മധുരകൃതേ വാൽമീകേഃ ആജ്ഞയാ. യാഗശാലയിൽ വെച്ച് നിന്തിരുവടിയുടെ പുത്രന്മാരായ കുശലവന്മാരെ കൊണ്ട് രാമായണം എന്ന കാവ്യം ഗാനം ചെയ്യിപ്പിച്ച വാൽമീകി മഹർഷിയുടെ നിയോഗമനുസരിച്ച് ത്വയി സീതാം ആപ്തകാമേ, നിന്തിരുവടി സീതയെ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അസൗ ക്ഷിതിം അവിശത്, ആ സീതാദേവി ഭൂമിക്കുള്ളിൽ പ്രവേശിച്ചു. ത്വം ച കാലാർത്ഥിതഃ അഭൂഹു, നിന്തിരുവടിയെയും കാലദേവൻ വന്ന് സ്വർഗാരോഹണത്തിന് കാലമായെന്നറിയിച്ചു. അത് ദേവ ത്വം ഹേതോഃ സൗമിത്രീകാദി. അനന്തരം ഭഗവാനെ നിന്തിരുവടി കാരണവശാൽ ലക്ഷ്മണ പരിത്യാഗം നടത്തി. സ്വയം സരയൂമഗ്ന നിശേഷഭൃത്യൈഃ സാകം നാഗം പ്രയാതഃ, താനും സരയൂ നദിയിൽ മുങ്ങിയ സകല ഭൃത്യജനങ്ങളോടും കൂടി സ്വർഗത്തിൽ ചെന്ന് ആദ്യം നിജപദം വൈകുണ്ഠം അഗമഃ, ആദ്യത്തെ സ്വന്തം സ്ഥാനമായ വൈകുണ്ഠലോകം പ്രാപിച്ചു. അനന്തരം നിന്തിരുവടി അശ്വമേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാൽമീകി മഹർഷി അവിടെ ഞാൻ ഉണ്ടാക്കിയ രാമായണ കാവ്യത്തെ നിന്തിരുവടിയുടെ പുത്രന്മാരായ കുശലവന്മാരെ കൊണ്ട് പാടിച്ചു. അത് കേട്ട് നിന്തിരുവടി അവരുടെ പരമാർത്ഥം തിരക്കി അറിയുകയും വാൽമീകിയുടെ നിയോഗത്താൽ സീതയെ യാഗശാലയിൽ വെച്ച് വീണ്ടും കൈകൊള്ളുന്നതിന് ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോൾ സീത
തന്നാൽ പ്രാർത്ഥിക്കപ്പെട്ട ഭൂമിദേവി നൽകിയ ദ്വാരത്തിൽ മറഞ്ഞുകളയുകയാൽ നിന്തിരുവടിയുടെ ആഗ്രഹം സാധിച്ചില്ല. താമസിയാതെ ധർമ്മരാജാവ് വന്ന് നിന്തിരുവടിയോട് അവതാര കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നതിനാൽ തിരികെ വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളുന്നതിനുള്ള സമയമായി എന്നുള്ള വിവരം അറിയിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാലദേവൻ താപസ വേഷത്തിൽ വന്ന് ലക്ഷ്മണനെ കാവൽ നിർത്തി രഹസ്യ സംഭാഷണം ആരംഭിച്ചു. ആ സമയത്ത് ആരെങ്കിലും വന്ന് ആ സംഭാഷണം കേൾക്കുകയോ കാണുകയോ ചെയ്താൽ അയാളെ കൊല്ലണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ അതിനിടയ്ക്ക് ദുർവാസാവ് മഹർഷി ശ്രീരാമനെ കാണാൻ ചെന്നു. ഉടനെ ശ്രീരാമനെ വിവരം അറിയിച്ചില്ലെങ്കിൽ ദുർവാസാവ് ശപിച്ചു വംശം മുടിക്കുമെന്ന് കണ്ടപ്പോൾ ലക്ഷ്മണൻ നേരിട്ട് ചെന്ന് കാര്യമറിയിച്ചു. അത് നിമിത്തം ലക്ഷ്മണൻ വന്ധ്യനായി തീർന്നു. വധവും പരിത്യാഗവും തുല്യമെന്ന ശാസ്ത്രവചനമനുസരിച്ച് ശ്രീരാമൻ ലക്ഷ്മണനെയും ഉപേക്ഷിച്ചു. ഇങ്ങനെ ലക്ഷ്മണൻ്റെ നേരെ പരിത്യാഗരൂപമായ വധമാണ് ശ്രീരാമൻ ചെയ്തത്. എന്നാൽ ലക്ഷ്മണൻ ഉടനെ സ്വയം സ്വർഗാരോഹണം ചെയ്തു. ഒടുവിൽ ശ്രീരാമനും സകല ഭൃത്യന്മാരോടും കൂടി സരയൂ നദിയിൽ മുങ്ങി സ്വർഗാരോഹണം ചെയ്ത് വൈകുണ്ഠത്തിലെത്തിച്ചേരുകയും ചെയ്തു. വാൽമീകേ സ്വത്സുതോദ്ഗാപിതമധുരകൃതേരാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തു കാമേ ക്ഷിതിമവിശദസൗ ത്വം ചകാലാർത്ഥിതോ ഭൂഃ ഹേതോ സൗമിത്രിഘാതി സ്വയമധ സരയൂമഗ്നനിശേഷഭൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം. ശ്ലോകം 10. രാമായണ കഥയിൽ നിന്നുള്ള ഗുണപാഠം വിവരിച്ചുകൊണ്ട് ദശകം ഉപസംഹരിക്കുന്നു. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമഭി കാമധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ. പദം പിരിക്കാം. സഹ അയം മർത്യ അവതാരഃ തവ ഖലു നിയതം മർത്യ ശിക്ഷാർത്ഥം ഏവം വിശ്ലേഷ ആർത്തിഃ നിരാഗഃ ത്യജനം അഭി ഭവേത് കാമ ധർമ്മ അതിസക്ത്യാ നോ ചേത് സ്വാത്മാ അനുഭൂതേഃ ക്വ നു തവ മനസഃ വിക്രിയാ ചക്രപാണേ സ ത്വം സത്വ ഏകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ. തവ സഹ അയം മർത്യാവതാരഃ. നിന്തിരുവടിയുടെ പ്രസിദ്ധമായ ഈ മനുഷ്യാവതാരം ഏവം കാമധർമാദിസക്ത്യാ വിശ്ലേഷാർത്തിഃ നിരാഗസ്ത്യജനം അഭി ഭവേത്. ഇപ്രകാരം കാമത്തിലും ധർമ്മത്തിലും അത്യാസക്തി ഉണ്ടായാൽ വിരഹദുഃഖവും നിരപരാധികളെ ഉപേക്ഷിക്കലും വേണ്ടി വന്നേക്കും. ഇതി മർത്യശിക്ഷാർത്ഥം ഖലു നിയതം എന്ന് മനുഷ്യർക്ക് ഉപദേശിക്കാൻ വേണ്ടി തന്നെയാണ് തീർച്ച. നോ ചേത് ചക്രപാണേ, അല്ലെങ്കിൽ കാലസ്വരൂപമായ സുദർശന ചക്രം കയ്യിലുള്ള ഭഗവാനെ സ്വാത്മാനുഭൂതേഃ തവ മനസഃ, ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്തിരുവടിയുടെ മനസ്സിന് വികാരമെവിടെ? സത്വയുഗമൂർത്തേ, ശുദ്ധ സത്വസ്വരൂപനായ ഗുരുവായൂരപ്പ,
ഭവനപുരപതേ സഹ ത്വം വ്യാധിതാപാൻ വ്യാധുനു. അപ്രകാരമുള്ള നിൻതിരുവടി രോഗക്ലേശങ്ങളെ മാറ്റിത്തരണമേ. നിൻതിരുവടിയുടെ ഈ മനുഷ്യാവതാരം കാമത്തിൽ അതിരു കവിഞ്ഞുള്ള ആസക്തി ഉണ്ടായാൽ വിരഹദുഃഖം അനുഭവിക്കുകയും ധർമ്മത്തിൽ അത്യാസക്തി ഉണ്ടായാൽ നിരപരാധികളെ ഉപേക്ഷിക്കേണ്ടി വരും എന്ന് സാമാന്യ ജനങ്ങൾക്ക് ഉപദേശം നൽകുവാൻ വേണ്ടിയാണ് ഭഗവാൻ ശ്രീരാമൻ എന്ന മനുഷ്യനായി അവതരിച്ചത്. ധർമ്മത്തിൽ അത്യാസക്തി കൊണ്ടാണ് നിരപരാധികളായ സീതാലക്ഷ്മണന്മാരെ ഉപേക്ഷിക്കേണ്ടതായും വന്നത്. അല്ലെങ്കിൽ നിത്യാനന്ദമയമായ തൻ്റെ ആത്മാവിനെ തന്നെ അനുഭവിച്ച് നിത്യനിവൃദ്ധനായ നിന്തിരുവടിയുടെ മനസ്സിനുണ്ടോ ദുഃഖപാപങ്ങൾ ഉണ്ടാകുന്നത്? അല്ലയോ ശുദ്ധ സ്വത്വമയമൂർത്തിയായ ഗുരുവായൂരപ്പ, എൻ്റെ രോഗബാധകളെ തീർക്കണമേ. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപതേ വ്യാധുനു വ്യാധിതാപാൻ. ശ്രീമദ് ഭാഗവതം 9-ാം സ്കന്ധത്തിൽ 10-11 അധ്യായങ്ങളിലായി രാമായണ കഥ വളരെ ചുരുക്കിയാണ് സംഗ്രഹിച്ചിട്ടുള്ളത്. പാരായണം. നീതസുഗ്രീവമൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേകായമുച്ഛൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ലുലവിധയുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേളാമനൈഷീർ വിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. സുഗ്രീവേണാനുജോക്ത്യാ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം താം ഹൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമധദയിതാ മാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിരപി തദാ ത്വത്പ്രിയാസപ്രയാസൈ ത്വദ്വാർത്താ കർണനോദ്യത് ഗരുദുരുജവസമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരിജനഗജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചനരണഃ സോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഝടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ത്വം സുഗ്രീവാംഗദാദിപ്രബലകപിചമൂചക്രവിക്രാന്തഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാ ശ്രീയമാണ തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷപ്രാസ്താഗ്നേയാസ്ത്രതേജ സ്ത്രസദുദധിഗിരാലബ്ധവാൻ മധ്യമാർഗം കീശൈരാശാന്തരോപാഹൃതഗിരിനിഗരൈ സേതുമാധാപ്യയാദോ യാതുന്യമർദ്യദംഷ്ട്രാ നഖശിഖരിശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാദ്നാഗാസ്ത്രബദ്ധ പദഗപതിഗരുന്മാരുതൈർമോചിതോ ഭൂ. സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതികളദസൂർവാദജാനീത ശൈലഘ്രാണാത് പ്രാണാനുപേതോ വ്യകൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം
മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദ സ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖിലചമൂ ഭക്ഷിണം യക്ഷിണോസ്ത്വം ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിതരഥകവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിമബലാമഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോജ്ജീവിതസമരമൃതൈർ അക്ഷതൈർക്ഷശൃംഖൈർ ലങ്കാഭർത്രാ ച സാഗം നിജനഗരമഗാ സപ്രിയ പുഷ്പകേണ പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികാൻ വത്സരാൻ പര്യരംസീർമൈഥില്യാം പാപവാച ശിവ ശിവ കില താം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവദ്വാൽമീകി ഗേഹേ കൃതവസതിരുപാസൂദസീതാസുതൗ തേ വാൽമീകേസ്ത്വത്സുതോദ്ഗാപിതമധുരകൃതേരാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തു കാമേ ക്ഷിതിമവിശദസൗ ത്വം ചകാലാർത്ഥിതോ ഭൂഃ ഹേതോ സൗമിത്രിഘാതി സ്വയമധസരയൂമഗ്നനിശേഷഭൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമഭി ഭവേത് കാമധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.